ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പത്തരമാറ്റിൻ്റെ ഇനി വരാതിരിക്കുന്ന എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ പവിത്രയും അബിയും കൂടിയിട്ട് ക്ലയൻസിന് വേണ്ടിയിട്ടുള്ള ഡിസൈൻസ് എല്ലാം തയ്യാറാക്കുന്നുണ്ട്. അങ്ങനെ അബി പറഞ്ഞതനുസരിച്ചിട്ട് പവിത്ര ഡിസൈനൊക്കെ വരയ്ക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ പവിത്രയ്ക്കാണെങ്കിൽ മനസ്സിലാവുന്നുണ്ട് ഡിസൈൻ അത്രയ്ക്ക് പോരാ, എന്തായാലും ഇത് റിജക്റ്റ് ആവാനായിട്ട് പോകുന്നു എന്നുള്ളൊരു കാര്യം പവിത്രയ്ക്ക് മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ അബിയോട് പറയുന്നുണ്ട്, സാറേ ഇത് ചിലപ്പോൾ സെലക്ട് ആവാനുള്ള സാധ്യത കുറവാണ്, ഇതിലെന്തെങ്കിലും മാറ്റം വരുത്തുന്നോ നമുക്ക് വേണമെങ്കിൽ നയനോട് പറയാമെന്ന് പറയുമ്പോൾ അതൊന്നും വേണ്ട, ഇതിപ്പോൾ നമ്മൾക്ക് ക്ലയൻസിന് വേണ്ടിയിട്ടുള്ള എല്ലാ ഡിസൈൻസും നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ചെയ്തിട്ടുണ്ട്, ഇതെന്തായാലും അവർ സെലക്ട് ആക്കും എന്നുള്ളൊരു കാര്യം ആലോചിക്കുകയാണ്. നമുക്ക് വേണമെങ്കിൽ ആദർശ സാറിനൊന്ന് കാണിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞപ്പോൾ വേണ്ട ആദർശനൊന്നും കാണിച്ചു കൊടുക്കണ്ടെന്ന് പറയാണ്. ആ സമയം അബി മനസ്സിൽ ആലോചിക്കുന്നുണ്ട്, എന്ത് പറഞ്ഞാലും ആദർശ സാറെന്ന്. ഇനി അതിന് പകരം ഈ ഒരു ഡിസൈൻസ് വരുന്നതോടുകൂടി തന്നെ ഞാനായിരിക്കും ആദർശന് പകരം അബിയായിരിക്കും എല്ലാം അവിടെ നിന്ന് അബി മനസ്സിലാലോചിക്കുകയാണ്. അങ്ങനെ അവിടെ മീറ്റിംഗ് വരുന്നുണ്ട്, ക്ലയൻസ് എല്ലാവരും കൂടിയിട്ട്. അപ്പോൾ അവിടെ പോയിരുന്നിട്ട് ഇത് ചെയ്യുമ്പോൾ ഇത് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല വന്ന ക്ലയൻസിനൊന്നും. അപ്പോൾ അത് കണ്ടിട്ട് പറയുന്നുണ്ട്, ഞാൻ ഇങ്ങനത്തെ ഒരു ഡിസൈനൊന്നല്ല പ്രതീക്ഷിച്ചത്, പറഞ്ഞതുപോലെ ഒന്നല്ലല്ലോ വന്നിരിക്കുന്നതെന്ന് പറഞ്ഞിട്ട് അബിയെ നിരാശപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ ആദർശം കൂടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ പറയുന്നുണ്ട്, സോറി സാർ, നമ്മൾ അടുത്ത് തന്നെ വേഗം തന്നെ വേറെ ഡിസൈൻസ് കാണിച്ചു തരാമെന്ന് പറയുകയാണ്. അങ്ങനെ ആ ഒഴിവ് പറഞ്ഞിട്ട് അവിടെ നിന്ന് ക്ലയൻസ് പോവുകയാണ്. അങ്ങനെ മീറ്റിംഗ് കഴിഞ്ഞപ്പോൾ തന്നെ അബിയോട് പറയുന്നുണ്ട്, ഫസ്റ്റ് ടൈമിൽ ഇങ്ങനെ റിജക്റ്റ് ആവുന്നത് ആദ്യമായിട്ടാണ്, അതുമാത്രമല്ല ഇവരാണെന്നുണ്ടെങ്കിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് വലിയൊരു ലോസ് തന്നെയാണ് വരുന്നത്. കാരണം നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഓർഡർ തരുന്ന ഒരു ക്ലയൻസാണ്. അപ്പോൾ നിന്നെ ഒരു ഉത്തരവാദിത്തത്തോട് കൂടിയിട്ട് ഒരു ജോലി തന്നിട്ടുണ്ടെങ്കിൽ നിനക്കത് ചെയ്യാനായിട്ട് പറ്റിയില്ലെങ്കിൽ ചെയ്യാൻ നിൽക്കരുതായിരുന്നു. നിൻ്റെ കോൺഫിഡൻസ് കാരണമായിരുന്നു ഞാൻ നിനക്കിത് തന്നിരുന്നത്. ഇല്ലെങ്കിൽ ഞാൻ ഈ ഓഫീസിലുള്ള പവിത്രയും അവളുടെ ഒരു സഹായം കൂടിയിട്ട് ഞാൻ ആ ഡിസൈൻസൊക്കെ വരയ്ക്കുമായിരുന്നു എന്ന് ആദർശ് പറയുകയാണ്. അപ്പോൾ അവർ പറയുന്നുണ്ട്, ആദർശ് ഒരാഴ്ച കൂടി ഒരു ഇളവ് വേണം, ഞാൻ അതിനുള്ളിൽ ഈ ഡിസൈൻസ് എല്ലാം ശരിയാക്കി കൊണ്ടുവരാം എന്നാണ് പറയുന്നത്. അപ്പോൾ ആദർശ് പറയുന്നുണ്ട്, ശരി, എന്നാൽ അങ്ങനെ ഒരു സമയം നിനക്ക് തരുന്നു, അതിനുള്ളിൽ ഇത് ശരിയാക്കി കൊണ്ടുവരണം എന്ന് പറയുകയാണ്. അപ്പോൾ പവിത്ര പറയുന്നുണ്ട്, നമുക്ക് നയന മേഡത്തിൻ്റെ അടുത്ത് സഹായം തേടിയാലെന്ന് ചോദിച്ചപ്പോൾ അബി അത് കേൾക്കാത്ത പോലെ അവിടെ നിന്നും പോകുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ അനന്തപുരി വീടാണ്. ഇവിടെയാണെങ്കിൽ നവ്യ അബിയെ കാത്തിരിക്കുകയാണ് ജോലി കഴിഞ്ഞ് വരുന്നതെന്ന് നോക്കിയിട്ട്. അങ്ങനെ അബി വരുമ്പോൾ ചാടിക്കയറി അബിയുടെ മുമ്പിലേക്ക് ചെല്ലുന്നുണ്ട്. അപ്പോൾ അബി പറയുന്നുണ്ട്, നിനക്കെന്താ ബോധമില്ലേ നവ്യെ, നീ ഇങ്ങനെ ഒന്നിങ്ങനെ പ്രഗ്നൻ്റ് ആണ്, പിന്നെ മാത്രമല്ല ഞാനിങ്ങനെ ഓഫീസിൽ നിന്ന് ആകെ ടെൻഷനും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഇവിടെയൊക്കെ വരുന്നത്, അതിനിടയ്ക്ക് നീ എന്തിനിപ്പോൾ എൻ്റെ മേത്തേക്ക് ചാടിക്കയറി വരുന്നതെന്ന് ചോദിക്കുകയാണ്. അല്ല അബി, ഞാനൊരു സന്തോഷ വാർത്ത നിന്നോട് പറയാൻ വേണ്ടിയിട്ടായിരുന്നു, നീ ആദ്യം അത് കേൾക്കണമെന്ന് തോന്നി, അതുകൊണ്ടാണ് ഞാൻ വേറെ ആരോടും പറയാതെ നിന്നെയും കാത്തിരുന്നതെന്ന് പറയുന്നുണ്ട്. എന്നിട്ടാണാവോ ഇത്ര വലിയ സന്തോഷ വാർത്ത എന്ന് അബി ചോദിക്കുന്നുണ്ട്. അത് പിന്നെ എന്ന് പറയുമ്പം ഇത്ര നേരം നീ വെയിറ്റ് ചെയ്ത് അതിനല്ലേ, അപ്പം നീ കാര്യം പറയാണ്. അപ്പം നവ്യ അബിയോട് പറയുന്നുണ്ട്, ഞാൻ അഭിനയിച്ച ആഡ് ഷൂട്ടിൻ്റെ ആ ഒരു വീഡിയോ എനിക്ക് കിട്ടിയിട്ടുണ്ട്, അതാദ്യം അബി കാണണമെന്ന് എനിക്ക് തോന്നി, അതുകൊണ്ട് ഞാൻ നിനക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു എന്ന് പറയാണ്. അങ്ങനെ ആ ഒരു വീഡിയോ അബിയെ കാണിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അബി ആ വീഡിയോ ഒക്കെ കാണുമ്പോൾ കുറച്ച് ഹോട്ട് ആൻഡ് സെക്സി ഒക്കെ ആയിട്ടാണ് ആ ഒരു ഏഡ് വരുന്നത്. അങ്ങനെ അബി ആ ഏഡ് കണ്ടിട്ട് വളരെയധികം പൊക്കി പറയുകയാണ്, നന്നായിട്ടുണ്ട് മോളെ, നീ ഇതിനു മുമ്പ് അഭിനയിക്കേണ്ടതായിരുന്നു, നിൻ്റെ കഴിവുകളെല്ലാം ഇതിലിങ്ങനെ നീ പ്രകടിപ്പിച്ചിട്ടുണ്ട്, ഇന്നല്ലെങ്കിൽ നാളെ നീ സെലിബ്രിറ്റി ആവും നോക്കിക്കോ എന്നൊക്കെ പറഞ്ഞിട്ട് നവ്യയെ കുറച്ച് പൊക്കി കൊടുക്കുകയാണ്. അപ്പം നവ്യയ്ക്ക് അത് കേട്ടിട്ട് വളരെയധികം സന്തോഷമാവുന്നുണ്ട്. അപ്പോൾ പറയുന്നുണ്ട്, ഈ ഒരു വീഡിയോ പുറത്തു വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ വൈറലാവും, അപ്പോൾ നീ സെലിബ്രിറ്റി ആവും, സെലിബ്രിറ്റിയുടെ ഹസ്ബൻഡാവും, അപ്പം നമുക്ക് വലിയ വിലയൊക്കെ ആയിരിക്കും. ഇതൊക്കെ കണ്ടു കഴിയുമ്പോൾ ഈ മൂർത്തീസ് ജ്വല്ലറിയുടെ നമ്മുടെ ഒരു മോഡലായിട്ട് എന്നെ തന്നെ വിളിക്കും, അതിന് ആദർശ് എൻ്റെ അടുത്ത് വരുമ്പോൾ ഞാനെന്താ പറയാമെന്നറിയോ അബി എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അബി പറയുന്നുണ്ട്, നീ എന്ത് പറയുന്നത്, അത് പിന്നെ ഞാൻ പറയും, എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ എൻ്റെ ഭർത്താവിനോട് പറഞ്ഞാൽ മതി, ആൾ തീരുമാനിക്കുന്നതിനനുസരിച്ച് ഞാൻ അഭിനയിക്കുള്ളൂ എന്ന് പറയും. ഇത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഒരുപാട് പൈസയൊക്കെ കിട്ടും, അതൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ഇഷ്ടത്തിന് ചിലവാക്കുക, ഒരാളോടും ചോദിക്കേണ്ട കാര്യമില്ല, അതേപോലെ നമുക്കിഷ്ടമുള്ളിടത്തൊക്കെ പോവാം, നമുക്കിങ്ങനെ കിടന്ന് പറക്കാം എന്നൊക്കെ നവ്യ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അഭി മനസ്സിലാലോചിക്കുക, ഇവളെ ഒന്ന് ചെറുതായിട്ട് പൊക്കി വിട്ടപ്പോഴേക്കും ഇവളങ്ങ് കയറി പറക്കാണല്ലോ എന്ന് അഭി ആലോചിക്കുകയാണ്. മണ്ടി, ഇതിൽ മാത്രമുള്ള ബോധം മാത്രമേ അവൾക്കുള്ളൂ എന്ന് അഭി മനസ്സിലാക്കുന്നുണ്ട്. ഈ ഒരു ആഡ് പുറത്ത് വരുന്നതോടുകൂടി തന്നെ ഇവൾ ഈ വീട്ടിൽ നിന്ന് പുറത്താവാൻ പോകുന്ന കാര്യം ഇവൾക്കറിയില്ലല്ലോ എന്ന് അഭി മനസ്സിലാലോചിക്കുകയാണ്.
പിന്നീട് കാണിക്കുന്നത് ഈ ഒരു കാര്യം പറയാനായിട്ട് ജലജയുടെ അടുത്തേക്ക് അഭി പോകുന്നതാണ്. എന്നിട്ട് പറയുകയാണ് അവളുടെ ആഡ് ഷൂട്ടിൻ്റെ വീഡിയോസൊക്കെ വന്നിരുന്നു, ഞാനത് കണ്ടിരുന്നു എന്ന് പറയാണ്. അവൾ തന്നെ അത് ഫേസ്ബുക്കിലും ഇൻസ്റ്റഗ്രാമിലും ഒക്കെ അവൾ തന്നെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് സോഷ്യൽ മീഡിയയിൽ. അപ്പോൾ അടുത്ത് തന്നെ അത് വൈറലായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവളുടെ കാര്യത്തിൽ തീരുമാനമാവുമെന്ന് പറയാണ്. അപ്പോൾ ജലജ പറയുന്നുണ്ട്, എടാ നിനക്ക് കുറച്ച് ഇതൊക്കെയുള്ളതല്ലേ, പൈസയ്ക്കുള്ളതല്ലേ, നീ അപ്പോൾ അത് കാരണം ഇത് വൈറലൊന്നും ആവാൻ നിൽക്കണേ മുമ്പ് തന്നെ നീ എന്നെ ആൾക്കാരോട് പറഞ്ഞിട്ട് അത് കുറച്ച് റേറ്റിംഗ് ഒക്കെ കൂട്ടി കൊടുക്കാൻ പറ. അപ്പോൾ അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവളെ ഈ വീഡിയോസ് ഇവിടെയുള്ള ഓരോരുത്തരും കണ്ടു കഴിയുമ്പോഴാണ് ഇനി ഈ വീട്ടിൽ കുറേ പുകിലുകളൊക്കെ നടക്കാൻ പോകുന്നതെന്ന് പറയുന്നുണ്ട്. ഇത് ഈ വീട്ടിലുള്ള ആളുകളെല്ലാവരും ഓരോരുത്തരായിട്ട് കാണണം. അത് കണ്ടു കഴിഞ്ഞിട്ട് അവൾ ഈ വീട്ടിൽ നിന്നും പറഞ്ഞു വിടണം. അത് കഴിഞ്ഞിട്ട് വേണം അമ്മ ആഗ്രഹിച്ച പോലെ മോനെ കൊണ്ട് ഒരു കോടീശ്വരിയെ കല്യാണം കഴിപ്പിക്കാനായിട്ട് എന്ന് പറയാണ്. അമ്മി പറയുന്നത് കേട്ടിട്ട് എനിക്ക് കൊതിയാവുന്നു. എത്രയും പെട്ടെന്ന് തന്നെ ഇതിന് വേണ്ട കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാം. അവളെ പുറത്താക്കുന്നതോടുകൂടി തന്നെ അവളുടെ അനിയത്തിയെയും ഈ വീട്ടിൽ നിന്ന് പുകച്ച് പുറത്ത് ചാടിക്കണം. അപ്പോഴേ നമുക്ക് വിചാരിച്ച പോലെ എല്ലാ കാര്യങ്ങളും നമ്മളെ കൈപ്പടിയിലേക്ക് വരികയുള്ളൂ എന്ന് പറയുകയാണ്. അപ്പോൾ അഭി പറയുന്നുണ്ട്, ഇല്ല അമ്മേ, ഇനി അതിനൊക്കെ കുറച്ച് സമയം മാത്രമേ ബാക്കിയുള്ളൂ. അതോട് കൂടിയിട്ട് നവ്യയുടെ കാര്യത്തിൽ തീരുമാനമാകും എന്നും കൂടി അഭി കൂട്ടിച്ചേർക്കുകയാണ്. പിന്നീട് കാണുന്നത് ആദർശും നയനയാണ്. ആദർശാണെന്നുണ്ടെങ്കിൽ പിറ്റേ ദിവസം ഓഫീസിലേക്ക് പോകാനായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ നയനയാണെങ്കിൽ തൊട്ടടുത്ത ബെഡിൽ ഇങ്ങനെ തുണികളൊക്കെ മടക്കിക്കൊണ്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ ആദർശിനെ എന്തോ നയനോട് പറയണമെന്നുണ്ട്. ആദർശ് അപ്പം മനസ്സിലാലോചിക്കുന്നുണ്ട്, ഇന്നാണ് ഒരു ക്ലയൻറ്റ്സ് മീറ്റിംഗ് ഉള്ളത്. അപ്പോൾ അവരാഗ്രഹിക്കുന്ന പോലത്തെ ഒരു ഡിസൈൻ എന്തെങ്കിലും വേണം. ഇവളോട് നമ്മളിപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇവളിനി എൻ്റെ തലയിൽ കയറും. അപ്പം നയന ചോദിക്കുന്നുണ്ട്, എന്താ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്, എന്താ കാര്യം എന്നുള്ളൊരു കാര്യം ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആദർശ് പറയുന്നുണ്ട്, ഇന്നാണ് പ്രധാനപ്പെട്ട ഒരു ക്ലയൻസായിട്ട് വരുന്നത്. അവർ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വലിയൊരു ഓർഡർ തന്നെ നഷ്ടമാവുമെന്ന് പറയുകയാണ്. അപ്പോൾ അവർക്ക് കുറച്ച് ഡിസൈൻസ് വേണമായിരുന്നു എന്ന് ചോദിച്ചപ്പോൾ നയന ചോദിക്കുന്നുണ്ട്, ഏതുപോലെയുള്ള ഡിസൈൻസാണ് വേണ്ടതെന്ന്. അപ്പോൾ ആദർശ് പറയുന്നുണ്ട്, അവർക്ക് അധികം കോസ്റ്റ്ലി ഒന്നും ആവാത്ത ഒരു മിഡിൽ ക്ലാസ്സിലൊക്കെ താമസിക്കുന്ന ആൾക്കാർക്ക് മേടിക്കാൻ പാകത്തിനുള്ള ഒരു നല്ലൊരു ഡിസൈനാണ് അവർ ആവശ്യപ്പെടുന്നതെന്ന് പറയുകയാണ്. അപ്പോൾ ഈ ഒരു കാര്യം ആദർശ് നയനോട് പറയുന്നുണ്ട്. അപ്പോൾ നയന പറയുന്നുണ്ട്, ശരി ഞാനൊന്ന് വരയ്ക്കട്ടെ എന്ന് പറയുകയാണ്. അങ്ങനെ ആദർശ് ആദ്യമായിട്ട് നയനയോട് നേരിട്ടൊരു ഡിസൈൻ വരയ്ക്കാൻ ആവശ്യപ്പെടുകയാണ്. അങ്ങനെ നയന വരയ്ക്കാനായിട്ടിരിക്കുന്നുണ്ട്. അതോടുകൂടിയിട്ട് ഇന്നത്തെ എപ്പിസോഡ് തീരുകയാണ്. വീഡിയോ കാണുന്ന എല്ലാവരും ഒരു ലൈക്ക് കൊടുക്കാതെ പോകരുത്. അതേപോലെ വീഡിയോ ഇഷ്ടപ്പെട്ട നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കരുത്. ഏറ്റവും പുതിയ പത്തരമാറ്റിലെ എപ്പിസോഡായിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് എത്താം. അതുവരേക്കും ബായ്.